ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഓരോരുത്തരെയും അപ്പനും അമ്മയും അവർക്ക് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രതയും ആഴവും കരുതലും ഞാൻ എടുത്തു കാണിക്കുകയാണ്. മനുഷ്യഗണത്തിലാണെങ്കിലും മൃഗങ്ങളുടെ ഗണത്തിലാണെങ്കിലും പക്ഷികളുടെ ഗണത്തിലാണെങ്കിലും മത്സ്യങ്ങളുടെ ഗണത്തിലാണെങ്കിലും അമ്മ, സ്ത്രീ, പെൺ, ആ ഒരു കരുത്ത്, സ്നേഹത്തിൻ്റെ കരുത്ത് ഞാൻ കാണിച്ചു തരാം. ഒരു മത്സ്യത്തിൻ്റെ ഉപമയല്ല, ജീവിതം എടുത്തു കാണിക്കുകയാണ്. സാൽമൺ മത്സ്യം, അത് ശുദ്ധജലത്തിലാണ് മുട്ടയിടുന്നത്. ശുദ്ധജലത്തിൽ മുട്ടയിട്ട് അതൊരു വർഷക്കാലം അതിനൊരുമാതിരി നീന്താൻ പറ്റുന്ന രീതിയാവുമ്പോഴേക്കും അത് ഉപ്പുവെള്ളത്തിലേക്ക് പോകുന്നു. ഉപ്പുവെള്ളത്തിൽ സമുദ്രത്തിലേക്ക് പോകുന്നു. കടലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റു ചെറിയ മത്സ്യങ്ങൾ പിടിച്ചു തിന്നും. അത് അവിടെ കിടന്ന് വേട്ടയാടി വലിയ മത്സ്യമായിട്ട് തീരുന്നു. വലിയ മത്സ്യമായി അത് പെൺമത്സ്യം മുട്ടയിടാറാവുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അത് ജനിച്ചു വളർന്ന നല്ല വെള്ളത്തിൽ തേടി അത് തിരിച്ച്, അത് മെമ്മറിയിൽ അതുണ്ട്, തിരിച്ച് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം നിന്നും ഒഴുക്കിനെതിരെ നീന്തി അത് പുഴയിലേക്ക്, നദിയിലേക്ക്, അരുവിയിലേക്ക് എത്തപ്പെടുന്നു. അത് ഒഴുക്കിനെതിരെ, അത് ഒന്നും രണ്ടും അല്ല, ഒരു കൂട്ടം ഉണ്ടാവും. 10, 3000, 5000 കൂട്ടങ്ങളുണ്ടാവും, 2000 കൂട്ടങ്ങളൊക്കെ ഉണ്ടാവും. അത് അവസാനം എത്തിപ്പെടുന്ന സ്ഥലത്ത് കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10, 15 മാത്രമായിട്ട് അവശേഷിക്കുന്നു. അത് ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പിടിക്കാൻ സുഖമാണ്. കുറേ മനുഷ്യർ പിടിച്ച് വലയിൽ കൊടുക്കുന്നു. കുറേ നീർനായ, സീലൈൻ, നീർക്കാക്കകൾ, പറവകൾ, പിന്നെ അതുകൂടാതെ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ക്ഷതമേറ്റ് കുറേ ജീവനോ മരണപ്പെടുന്നു. അങ്ങനെ അവസാനം, എന്നിരുന്നാലും അത് ആ ജനിച്ചു വളർന്ന സ്ഥലം കണ്ടെത്തുന്നവരെ അത് നീന്തിക്കൊണ്ടിരിക്കും. 1000 കിലോമീറ്റർ ഉള്ളവരെ നീന്തുമെന്ന് പറയുന്ന, അത് നീന്തി അവിടെ എത്തി 10, 15 മാറി ബാക്കിയെല്ലാം നശിക്കും. മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അത് ആ സ്ഥലം കണ്ടെത്തി അതവിടെ തടുകൊടുത്ത് മുട്ടയിടുന്നു. അതിനുശേഷം അത് കൂടി വരുന്ന കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് മരണപ്പെടുന്നു എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ഊർജ്ജമെല്ലാം നഷ്ടപ്പെട്ടു. ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ടിരിക്കുമ്പോഴും അതിന് ഭക്ഷണം കിട്ടാതെ വരും. അത് മക്കളുടെ ആ മഞ്ഞക്കുരു, അതിൽ നിന്നുള്ള പ്രോട്ടീനെല്ലാം പോകുന്നു. മുട്ടയിട്ട് കഴിയുമ്പോൾ അത് തീരെ ക്ഷീണിതരാകുന്നു, മരണപ്പെടുന്നു. പെൺമത്സ്യം എന്നതുപോലെ തന്നെ നമ്മളുടെയൊക്കെ അമ്മമാർ, പ്രിയ സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കണം. സമ്പന്ന കുടുംബത്തിലാണെങ്കിലും ദരിദ്ര കുടുംബത്തിലാണെങ്കിലും അവരെ ഭർത്താവിനും മക്കൾക്കും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതേ ഭക്ഷിക്കൂ.